പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ച കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്,
അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire fingers, with the precious blood. Lord, increase His Spirit of power and grace. ഞാൻ ചില ആൾക്കാർ പറയവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്, ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കുകയാണ് അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. അയ്യോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിൽ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകും, ഈ ഭക്തിയും ഉണ്ടാകത്തില്ല, പ്രാർത്ഥനയും ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ 8 പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം ചെറിയാവുക? അതായത് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണേ ഇത്. പക്ഷേ ഇതിന് വരവ് ഇത്തിരി പെശക് വരവാണ് ഈ വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞൊരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് പറഞ്ഞ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെന്റ്. എന്നിട്ട് ഈ അസസ്മെന്റിൻ്റെ അകത്ത് ഒരു ഐഡന്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. യോഹന്നാൻ 1:47
നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്നെ വല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള വചനമാണിത്. എൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയാതെ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്തു. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പം അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ്, യാക്കോബ് കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യം ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റവന് പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്, ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ് കാപട്യമില്ല ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുക. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് റോസ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ സെപ്റ്റംബർ 3-ാം തീയതിയാണ്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. ഞാൻ റഷ്യയിലാണ് MBBS പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഇന്ത്യയിലൊരു രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു FMG എക്സാം പാസ്സാവണം. അത് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള എക്സാമാണ്. അപ്പോൾ 150 പാസ് മാർക്ക് വേണം. അപ്പോൾ എല്ലാ കൊല്ലവും ഇത് ഒരു ജനുവരി ജൂലൈ മാസത്തിലൊക്കെയാണ് നടക്കാറ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത എക്സാം വരുന്നത് ജനുവരി 2025 അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ ജൂണിൽ പാസ്സായി. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം എടുത്ത് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിലാണ് ഞാൻ 3-ാം തീയതി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടും അതിന് മുമ്പുണ്ടായിരുന്ന പഠിത്തം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിനും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തിലും പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. കാരണം ഉടമ്പടി ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനയും ധ്യാനവും ബൈബിൾ വായനയും എല്ലാം ആയിട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ ലാഗായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ പതുക്കെ പഠിത്തത്തിലാണ് കുറച്ചും കൂടെ ശ്രദ്ധ ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ എക്സാം വരുന്നത് ജനുവരി 12-നാണ് എൻ്റെ എക്സാം നടത്തിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങ് പ്രേക്ഷിത പ്രവർത്തനം ഇതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പതുക്കെ പിന്നെ പത്രം കൊടുക്കുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ചമ്മലൊക്കെ ആയിരുന്നു. എങ്ങനെ എത്രയും ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയി കൊടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ എക്സാമിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എക്സാം എനിക്ക് തൃശ്ശൂർ തന്നെയാണ് സെൻറ്റർ കിട്ടിയിരുന്നത്.
അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് അതുവരെ പഠിച്ചതിൽ എൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നതെന്ന് വെച്ചാൽ ദൈവമല്ലേ, അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ, ഇനി മുന്നോട്ടും ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകും എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്ത് എക്സാം ആണെങ്കിലും എനിക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മെയിൻ എക്സാമുകളിലും അങ്ങനെ ഒന്നിലും ഞാനങ്ങനെ ഒരു ഫെയിൽ എന്നുള്ളൊരു ഇത് എനിക്ക് വന്നിട്ടില്ല. എല്ലാ എക്സാമിലും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ദൈവം സഹായിച്ച് തന്നെയാണ് ഞാനത് പാസ്സായി പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ അങ്ങനെ എനിക്കൊരു ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എക്സാമിൻ്റെ സമയത്തും ആ ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം സീറ്റമ്മയും അവിടെ എക്സാം എഴുതുന്ന സമയത്ത് പോയിട്ട് സീറ്റമ്മയും മൗസ് കമ്പ്യൂട്ടർ MCQ എക്സാമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് വിതറി പ്രാർത്ഥിച്ചിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. 19 സബ്ജക്റ്റുകൾ ഒരുമിച്ച് എഴുതുന്ന ഒറ്റ ദിവസം എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ടഫായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ടഫായതുകൊണ്ട് തന്നെ കുറച്ച് ഹോപ്പ് കുറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷൻ ഉച്ച തിരിഞ്ഞിട്ടുള്ള എക്സാമിനകത്ത് ബാക്കിയുള്ള സെക്ഷൻ 300-ലാണ് എക്സാം. അപ്പോൾ ബാക്കി 150 ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഈസി ആയിരുന്നു MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഹോപ്പ് വന്നു, കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായി. എക്സാം കഴിഞ്ഞു, വീട്ടിൽ വന്നെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജയിക്കും, ഇതുവരെ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും മിക്കവാറും ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോൾ ടിക്കറ്റ് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലയിൽ തൊട്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചു. എക്സാം കഴിഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ ഉടമ്പടിയിലേക്ക് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തല്ലോ എന്നൊക്കെയുള്ള ഒരു ഇതിൽ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇത്ര പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. 7 ദിവസത്തിനകത്ത് തന്നെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നത് ഞാനൊരു പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിസൾട്ട് വന്നു എന്നുള്ള കാര്യം അറിയണത്. അപ്പോൾ നോക്കുമ്പോൾ പള്ളി അടച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ടിലെ ഗ്രോട്ടോയിൽ മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിൽ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 150 കിട്ടണം പാസ്സാവാൻ 300-ൽ. അപ്പോൾ 146 ആണ് എനിക്ക് മാർക്ക് കിട്ടിയത്. അപ്പോൾ 4 മാർക്കിന് ഞാൻ ഫെയിലായി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് FMG എക്സാം. അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഫെയിലിയറിൻ്റെ റിയാലിറ്റി ആദ്യം ഞാൻ ഈ ഗ്രോട്ടോയിൽ മാധവന് മുന്നിൽ വെച്ച് പറഞ്ഞത് എന്തുകൊണ്ട് എന്നെ തോൽപ്പിച്ചത്, ഇത്ര നാൾ ജയിപ്പിച്ച് വന്നില്ലേ, അങ്ങനെ ഒരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസം പോകുന്തോറും കൂടെ ഉണ്ടായിരുന്ന കുറേ പിള്ളേരും ആ സമയത്ത് പാസ് പെർസെൻറ്റേജും കൂടുതലായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ പാസ്സായി, കൂടെ പഠിച്ചിരുന്ന പിള്ളേരും കുറേ പേര് പാസ്സായി. അപ്പോൾ അവരുടെ ഫോട്ടോസും സ്റ്റേറ്റസും എല്ലാം കണ്ടു വരുമ്പോഴാണ് ഞാൻ എത്ര വലിയൊരു എക്സാമാണ് ഇവിടെ ഫെയിലായിട്ടുള്ളത്, ഇനി അടുത്ത് എഴുതണമെങ്കിൽ എനിക്ക് 6 മാസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ അപ്പം പോകുന്തോറും എല്ലാം ഭയങ്കര ലാഗായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും വലിയ എക്സാമിൻ്റെ ആ ഫെയിലിയറിൻ്റെ റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് പിന്നെ കുറച്ചുള്ള ദിവസങ്ങളിലാണ്. പിന്നെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ അടുത്ത എക്സാം വരുന്നത് ജൂലൈ ഒരു 26th ആയിട്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഡേറ്റ് മനസ്സിലാവുക, പക്ഷേ ജൂലൈയിലാണ് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സെൽഫായിട്ട് പുതിയ പ്ലാറ്റ്ഫോമൊന്നും എടുക്കാണ്ട് സെൽഫായിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ വട്ടത്തിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉടമ്പടിയിൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തു. കറക്റ്റ് ടൈമിന് രാവിലെ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും വൈകിട്ടും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പിന്നെ ബൈബിൾ വായിച്ചു. എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് കുർബാന, ആരാധന, നൊവേന എല്ലാത്തിലും പങ്കെടുത്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. ഈ തവണ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പോലെയായിരുന്നു. എനിക്ക് ചമ്മലൊക്കെ മാറിപ്പോയി. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് കൂടുതൽ എക്സാം പഠിത്തത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഇവിടെ നമ്മുടെ എക്സാം വരുന്നത് ജൂലൈയിലാണ്. അപ്പോൾ എക്സാം എനിക്ക് എറണാകുളത്താണ് പിന്നെ സെൻറ്റർ കിട്ടിയത്. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ അവിടെ നിന്നപ്പോഴും പ്രാർത്ഥനയിലും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു. എന്നിട്ട് എക്സാമിന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആദ്യത്തെ സെക്ഷനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ സെക്ഷൻ ഞാൻ ഇപ്പോൾ മാതാവും കൂടെ ഉണ്ട്, പഠിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടും എന്നുള്ള രീതിയിൽ എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ തവണ എഴുതിയ എക്സാമിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് വരാത്ത പോലെ തോന്നി. പഠിക്കാത്ത സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന പോലെ തോന്നി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാ ഓപ്ഷനും എല്ലാം ഒരേപോലെ ഇരിക്കുക, 2 ഓപ്ഷനിലൊക്കെ ഡൗട്ട് വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് അതിൻ്റെ കൂടെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ആകെ ഒരു പെട്ട അവസ്ഥ പോലെയായിരുന്നു.
ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എക്സാമിന് മുമ്പ് ഉള്ള എക്സാം തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി. അത്രയും കുറേ എത്ര എണ്ണം ചൊല്ലിയെന്നൊന്നും അറിയില്ല, അത്രയും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെക്ഷനിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എക്സാമിൻ്റെ പോലെ തന്നെ സെക്കൻഡ് സെക്ഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അപ്പോൾ നമുക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ സെക്കൻഡ് സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സെക്കൻഡ് സെക്ഷൻ എനിക്ക് ഫസ്റ്റത്തേനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് എക്സാം ഞാൻ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുത്തിപ്പോവുമായിരുന്നു, കാരണം ടൈമും അതിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക, എനിക്ക് ആലോചിക്കാൻ സമയമില്ല, ഒന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുത്തിപ്പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ അത് കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇത്രയും കുറച്ച് ടൈം എക്സാം കഴിഞ്ഞ് വെയിറ്റിംഗ് പീരീഡ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും മുകളിലൊരു വലിയ വിൻഡോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് ആകാശം ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു രീതിയിലാണ് എൻ്റെ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാധവ് ചിലപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ലാസ്റ്റ് അവിടെ നോക്കി ആകാശം നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഫുൾ വിശ്വാസപ്രമാണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവർക്കും ടഫായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും തിരിച്ച് തൃശ്ശൂർക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫോൺ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കുറേ പിള്ളേരുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കറക്റ്റ് വന്നു. പിന്നെ അവർ പറയുന്ന ക്വസ്റ്റ്യൻസും ഞാൻ കുത്തിയ ക്വസ്റ്റ്യൻസൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആലോചിച്ച് വന്നപ്പോൾ ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻ പോലും 150 പാസ് മാർക്ക് വേണ്ട സമയത്ത് 100 ക്വസ്റ്റ്യൻ പോലും ഞാൻ കറക്റ്റ് ആക്കിയിട്ടില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാക്കി. പിന്നെ എനിക്കത് ഓപ്പൺ ചെയ്യാൻ ഗ്രൂപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ യൂട്യൂബിൽ ടീച്ചേഴ്സ് റീകോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ ഡിസ്കഷൻ കണ്ടിരിക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ തുറന്നു നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ എനിക്ക് പുതുക്കിയിട്ട് നമ്മുടെ പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഹോപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴാണ് റിസൾട്ട് വരെ കഴിഞ്ഞ വട്ടത്തെ പോലെ 7 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പക്ഷേ ആ ടൈമിൽ റിസൾട്ട് വരുന്ന അത്രയും ടൈമിൽ മുമ്പത്തേനെക്കാട്ടും കൂടുതൽ പ്രാർത്ഥനയിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നും 1-2 തവണ എല്ലാം ചൊല്ലി, എല്ലാ ധ്യാനത്തിനകത്തും എല്ലാത്തിനകത്തും പ്രാർത്ഥന ഭയങ്കര കറക്റ്റായിട്ട് ചൊല്ലി, എല്ലാം കറക്റ്റ് ഉടമ്പടിയിൽ നിൽക്കുന്ന പോലെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് 17 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 13-നാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ നോക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് നോക്കിയത്, മാതാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് നോക്കിയത്. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എൻ്റെയും പാരൻസിൻ്റെ ഒക്കെ പ്രാർത്ഥന വെച്ചാൽ 150 എങ്ങനെയെങ്കിലും കിട്ടണം എന്നായിരുന്നു. കാരണം എനിക്കും ഏകദേശം ഉറപ്പായി എനിക്ക് പാസ്സാവില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ പോയത്. പക്ഷെ മാധവന് മുന്നിൽ വെച്ച് റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് 155 മാർക്ക് തന്നു. 5 മാർക്ക് എനിക്ക് ഇതിനെക്കാട്ടും എക്സ്ട്രാ തന്നിട്ട് മാധവനെ സഹായിച്ചു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഞാൻ പറയുന്ന പോലെ ദൈവമല്ലേ കൂടെ നിന്നോളും മുന്നോട്ട് ഇനിയും കൊണ്ടുപോയിക്കോളും എന്നുള്ളൊരു തോട്ട് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ കൃപ കിട്ടാനും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്നും നന്നായിട്ട് ഇട്ടാൽ മാത്രമേ അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കിട്ടണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലായി. മാതാവ് മനസ്സിലാക്കി തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ റിസൾട്ട് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഡോക്ടറായിട്ട് എനിക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് അത്രയും വലിയ അച്ചീവ്മെൻറ്റാണ് എനിക്കിപ്പോൾ ജീവിതത്തിൽ നടന്നതെന്നുള്ളൊരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്യൂച്ചറിലും ഇനി ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻസിനും എൻ്റെ അടുത്ത് വരുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡോക്ടേഴ്സ് എല്ലാവർക്കും മാതാവിൻ്റെ ഈശോയുടെയും കൃപ കിട്ടാനൊക്കെ കൃപയും സഹായമൊക്കെ കിട്ടാൻ മാധ്യസ്ഥ അപേക്ഷയുണ്ട്. എൻ്റെ സാക്ഷി ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 13-ന് എനിക്ക് പാസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ഈ മാസം 13-ന് പോവുകയാണ്. അപ്പോൾ എന്തിനും മാതാവിന് ഈശോയ്ക്കും പാസ്സാക്കി തന്നതിന് 1 കോടിക്കണക്കിന് നന്ദി പറയും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എന്നും അച്ഛൻ്റെ ധ്യാനം പിന്നെ സാക്ഷ്യങ്ങൾ കുറേ കേട്ടിരുന്നു. പിന്നെ ഇവിടുത്തെ കൃപാസനം പേപ്പർ ഞാൻ കുറേ പേർക്ക് വിതരണം ചെയ്തു. പിന്നെ കുറേ അനാഥാലയങ്ങളിലൊക്കെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉടമ്പടി വന്നപ്പം ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ജീവിതത്തിൽ കുറച്ചും കൂടി കറക്റ്റ് ടൈമിനനുസരിച്ച് രാവിലെ അത്രയും നമ്മൾ കറക്റ്റ് പ്രാർത്ഥനയിൽ നിൽക്കണം. പിന്നെ സ്വഭാവത്തിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി പ്രാർത്ഥന ഞാൻ ഇതുവരെ ഇങ്ങനെ ദൈവം നമ്മളെ കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചുകൂടി നമ്മൾ പ്രാർത്ഥനയിലേക്ക് എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും അതിനകത്തേക്ക് എനിക്ക് വരാൻ പറ്റിയത് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് നന്ദി.
അത്ഭുത മാതാവിന് വലിയ നന്ദി. ഇവള് പാസ്സായത് എല്ലാവർക്കും സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. പക്ഷേ ഇവളെ പാസ്സായ ആ ദിവസങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമില്ല, ശരിക്കും നന്നായി പഠിച്ചിട്ടാണ് അവൾ പരീക്ഷയ്ക്ക് പോയത്. പിന്നെ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും കൃപാസന മാതാവിൻ്റെ അടുത്തുള്ള ബന്ധം അവൾക്ക് അത്രമാത്രം സഹായം ഉണ്ടാവുന്നു. ശരിക്കും പറഞ്ഞൊരു തുള്ളിച്ചാടി കോൺഫിഡൻസിൽ തന്നെയാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത്. പരീക്ഷ ഹാളിൽ എഴുതിയപ്പോൾ കാര്യം പറഞ്ഞല്ലോ, ടോട്ടലി ബ്ലാങ്ക് ആവുമായിരുന്നു. ബ്ലാങ്ക് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത തരത്തിൽ മാറുകയാണ്. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് കൊച്ച് വല്ലാണ്ട് കരഞ്ഞിട്ടൊക്കെയാണ്. പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായി, അത് ഒരു 300ഓളം ക്വസ്റ്റ്യനാണ് ഇവർക്കുള്ളത്. ആ 300 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ശരിക്കും റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ ആ ശക്തി മാറിപ്പോയായിരുന്നു. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ പക്ഷത്തു നിന്നുള്ള, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കഴിവിൻ്റെ ഒരു ഇൻപുട്ട്, അത് 100% നമ്മുടെ പക്ഷത്തു ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് എന്നെ സഹായിക്കണം എന്നുള്ള ഉറച്ച ഒരു സിറ്റുവേഷനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അപ്പോൾ അത് ആ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു 17 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങളുടെ ആ ദൈവത്തിനെ ഞങ്ങൾ മുറുക്കി പിടിക്കുക തന്നെയായിരുന്നു, ഒരു സെക്കൻഡ് പോലും വിടാതെ. അത്രയും തീവ്രമായിട്ട് ഞാൻ നിങ്ങളോട് ഓർത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഉറച്ചു പിടിച്ചോ, ഉറപ്പായിട്ടും നിങ്ങളെ വിട്ടുകളയില്ല. ദൈവം നിങ്ങളെ എത്ര നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് നടത്തി തരും. ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഉടമ്പടിയിലനുസരിച്ച് പ്രാർത്ഥിക്കുന്നവൻ, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഉടമ്പടി അനുസരിക്കുന്നവൻ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും. യാതൊരു സമയം അതാണ് നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എടുത്തുള്ള പ്രാർത്ഥനയും നമ്മൾ വ്യത്യാസം. നമുക്ക് എപ്പോഴും നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരും, എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഓർമ്മിപ്പിച്ച് തരുന്നൊരു പരിപാടിയാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ ഉറച്ചു നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരത്തി ഒരു പെൺകുട്ടിയോട് അവളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് മോള് പാസ്സായി കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, മോള് പാസ്സാവുന്നത് ഉറപ്പാണോ, മാതാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കണേ, നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിക്കൂടെ, നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങി തുടങ്ങി. അപ്പോൾ അത് എനിക്കൊരു പ്രത്യേക ഒരു അറിവായി. അപ്പോൾ സത്യം പറയില്ല, ആ നിമിഷം തൊട്ട് ഞാൻ ഇവൾ ജയിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ അനാഥശാലകളിലും വൃദ്ധസാധനങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആ കാര്യങ്ങളും പിന്നെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നോർമലി ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നോക്കി. അത് എനിക്ക് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഇവളൊരു 5 മാർക്ക് ഡിഫറൻസിലാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുതൽക്കൂട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കൂടി അത് എത്രമാത്രം അതിലേക്ക് ദൈവം കരുതലാക്കി. അപ്പോൾ എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനോട് ചെയ്യാതിരിക്കുക, അത് ഒരു സമയത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. പിന്നെ ചില ആൾക്കാർ ഞങ്ങളുടെ പുത്തമ്പള്ളിയിലടക്കം ഈ നമ്മുടെ കൃപാസനം പേപ്പർ കൊടുക്കാനൊക്കെ ചില ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ട്, അവിടുത്തെ നടത്തിപ്പുകാർക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അവിടെയും പറയുന്നത് ഇവിടെയും പറയുന്നത്, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറയും, ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ടൊന്ന് കണക്റ്റായിട്ട് ഒരു ദിവസം ഇവിടുത്തെ ഒരു ജീവിതം ഒന്ന് അനുഭവിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തടയേ എന്ത് വേണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മോളുടെ കൂട്ടുകാർ മോളുടെ കൂട്ടുകാരിയുണ്ട്, പല്ലവി എന്നാണ് പേര്. അവളും ഈ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തുള്ള കൊച്ചാണ്. അപ്പോൾ അവളുടെ പരീക്ഷ സമയത്തുള്ളൊരു എക്സ്പീരിയൻസ്, അവളിങ്ങനെ ഉപ്പ് വിതറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ എക്സാം മോണിറ്റർ ചെയ്യുന്ന ഭയങ്കര സ്ട്രിക്റ്റാണ്, നിങ്ങൾക്കറിയാമല്ലോ, MBBS എക്സാമാണ്. അപ്പോൾ മോണിറ്റർ ചെയ്യുന്ന ആൾ പറഞ്ഞു, ഉപ്പ് വിതരണം കണ്ടപ്പോൾ ഒരു പൊടി വിതരണം കണ്ടപ്പോൾ കൃപാസനാണല്ലേ, ആയിക്കോട്ടെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവളുടെ കാശ് രൂപം ഉണ്ടായിരുന്നു. ആ കാശ് രൂപം കൈപ്പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തുകൊണ്ട് ഇടാൻ പോയപ്പോൾ ആ ട്രയൽ കിടക്കുന്നത് മുഴുവൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റുകളാണ്. അത് ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ മാതാവിനെ അത് സ്പ്രെഡായി പോകുന്നതിൻ്റെ നമുക്ക് നോക്കി നിൽക്കുന്ന സാക്ഷ്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രാർത്ഥനകൾ. പക്ഷേ നമുക്കൊരു ഡൗട്ടുണ്ട്, ഇത് നടക്കുമോ 1% ഡൗട്ട് ചെയ്യാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് കിട്ടിക്കഴിയുമ്പോൾ, നമ്മൾ പാസ്സായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം കെട്ടിക്കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു പക്ഷേ ഈ അച്ഛന്മാരൊക്കെ അനുഭവിക്കുന്നതായിരിക്കും. നമുക്ക് അത്രയും ദൈവമായിട്ടുള്ളൊരു സ്നേഹം, നമ്മളൊരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സാധനത്തിനെ പോലെ കാണുന്നവരുടെ അടുത്തും ഒക്കെ നമുക്കിത് പറയാനുള്ളൊരു അവസരം. ഇതൊക്കെ
ഇതൊക്കെ നമുക്ക് ഈ കൃപാസന മാതം തന്നിട്ടുള്ള അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ ഇവിടെ ഒരു പയ്യൻ 3 പ്രാവശ്യമൊക്കെ FMG പരീക്ഷ പാസ്സായി തോറ്റിട്ട് എഴുതി പാസ്സായിട്ട് കരഞ്ഞൊക്കെ അനുഭവം പറഞ്ഞു. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇപ്പം മോളുടെ ഞാനൊരു പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൃപാസന മാതാവിൻ്റെ പേരിൽ ഒരു ചെറിയൊരു ക്ലിനിക്ക്, പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ക്ലിനിക്ക്, ഇങ്ങനത്തെ കുട്ടികളുടെയൊക്കെ പേര് സമാഹരിച്ചിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കൊക്കെ വെക്കാൻ പറ്റിയാൽ എൻ്റെ മോള് അതിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ ഏത് തരത്തിലുള്ള അനുഗ്രഹം കിട്ടുന്നോ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക കൃപാസന മാതാവിൻ്റെ പേരിൽ അതൊക്കെ നടപ്പിൽ വരുത്തുക. ഇത് എൻ്റെ ഭാവിയിലത്തെ വലിയൊരു ആഗ്രഹമാണ്. എല്ലാവർക്കും ഞാൻ നീട്ടി പറയുന്നില്ല. നന്ദി. മുറുക്കെ പിടിച്ചോ, ദൈവം ഒരിക്കലും സഹായിക്കാതിരിക്കില്ല. അതാണ് ഞങ്ങളുടെ അനുഭവം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഭവം. താങ്ക് യു. നിയമാവർത്തനം 31:8. കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. റോസ് മരിയ രാജീവ് എന്ന ഈ മകളുടെ FMG പരീക്ഷ വിജയിക്കുന്നതിന് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ എങ്ങനെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ശരിക്കും ആ സാക്ഷ്യത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആദ്യം ഉടമ്പടി എടുത്തു, ഉടമ്പടി ജീവിക്കാത്തൊരു ഭാഗം. രണ്ടാമത്തത് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിച്ച ഒരു ഭാഗമാണ്. മകൾ പറയുന്നുണ്ട്, ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അതനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. അത് ദൈവം നോക്കിക്കൊള്ളുമല്ലോ എന്നൊരു വിചാരം എപ്പോഴും ഉണ്ടായിരുന്നു. ഇതുവരെ തോക്കാതെ പഠിച്ചതാണ്, അതുകൊണ്ട് വിജയിക്കും എന്നൊരു കഴിവിലുള്ള ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഈ പത്രമൊക്കെ കൊടുത്തിട്ട് എന്തിനാ, എൻ്റെ സ്റ്റാറ്റസ് കുറയ്ക്കുവാൻ എനിക്ക് വിഷമമുള്ള ഒരു അവസ്ഥ മകളുടെ വാക്കുകളിൽ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം ഞാൻ വായിക്കുന്നുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ മാതാവ് നോക്കും എന്ന ഒരു ഈസി ഗോയിങ്ങിൽ മകളെ FMG പരീക്ഷ എഴുതാൻ പോയതാണ് ആദ്യം സൂചിപ്പിച്ചത്. മകളവിടെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴുള്ള സാഹചര്യം നമ്മൾ കേട്ടു. എല്ലാം എളുപ്പമാണ്. മകൾ പറയുന്നുണ്ട്, ഓരോന്നും ചെയ്യുമ്പോൾ ഒരു ചോദ്യം പോലും മകൾക്ക് അങ്ങനെ പ്രയാസവും ഒരു വലിയ കുരുക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല. എല്ലാം എളുപ്പമായിട്ട് മകൾ ആ പരീക്ഷ പൂർത്തീകരിക്കുന്നുണ്ട്. ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുമാണ്. അതാണ് മകൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇതിന് കുറച്ച് ഗൗരവം കൂടുതലാണ്, കുറച്ചധികം ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാമെന്ന് തീരുമാനമെടുത്താണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി ജീവിച്ചു തുടങ്ങുന്നത്. അമ്മ മാതാവിൽ ആശ്രയിച്ച ഉടമ്പടിയിലൂടെ ഒരു കൃപ, നാം അനുഗ്രഹം നേടുവാൻ നാം തീരുമാനിക്കുന്നു, നാം നിയോഗം സമർപ്പിക്കുന്നുവെങ്കിൽ എന്താണ് ഉടമ്പടി ആവശ്യപ്പെട്ടിരിക്കുന്നത്? അതിൽ വെള്ളം ചേർക്കാതെ ജീവിക്കുവാനുള്ള തീരുമാനം ഒന്നാമതായി നമുക്കുണ്ടാവണം. ഉടമ്പടിയിൽ വെള്ളം ചേർത്തുകൊണ്ട് ഉടമ്പടി പ്രകാരം നിയോഗം അനുഗ്രഹമാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കരുത്, നടക്കത്തില്ല. അത് നമ്മൾ ഇവിടെ നിരവധിയായ സാക്ഷ്യങ്ങൾ അത് പറയും. ഉടമ്പടി 1 അവരവരുടെ രീതിയിൽ ജീവിക്കുവാനായി പരിശ്രമിക്കുമ്പോൾ എങ്ങനെ നിയോഗങ്ങൾ നീണ്ടു പോകുന്നത് ഓരോരുത്തരും സൂചിപ്പിച്ചുകൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, ആദ്യത്തേത് പരാജയപ്പെട്ടു, ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. ആദ്യത്തെ പരാജയമാണ്. മാതാവിനോട് പോലും ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും അമ്മ എന്തിനാണ് തോപ്പിച്ചെന്ന് മകളുടെ ആ സങ്കടം ചോദിച്ചത് മകൾ പറയുന്നുണ്ട്. എന്നാൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവളുടെ ജീവിതം കാഴ്ചപ്പാട് മുഴുവൻ മാറുകയാണ്. അവൾ വളരെ സന്തോഷത്തോടു കൂടി ഉടമ്പടി ഓരോ നേരവും പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നു. മകൾ തന്നെ നോക്കാതെ, തൻ്റെ കുടുംബത്തിൻ്റെ മഹിമ നോക്കാതെ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിലയും വിലയും നോക്കാതെ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുവാൻ അത് തന്നെ സ്റ്റാറ്റസ് കുറച്ചുകൊണ്ട് മകൾ ഇറങ്ങി പുറപ്പെടുന്നത് മകൾ തന്നെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്യാനാവുന്നതൊക്കെയും തന്നോട് ചോദിക്കുന്നവർക്കൊന്നും നിഷേധിക്കാതെ മകൾ പങ്കുവയ്ക്കുന്ന മനസ്സ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, മകളുടെ ഉടമ്പടിയുടെ ഓരോ കാര്യത്തിലും അമ്മ മാതാവിൽ ശരണപ്പെടാനുള്ളൊരു മനസ്സ് അത് കൂടുതൽ തനിക്ക് വന്നു ചേരുന്നത് അവൾ തിരിച്ചറിയുന്നുണ്ട്. എത്ര കണ്ട് തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മയുടെ ഉടമ്പടി പ്രകാരം കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ട് ധ്യാനങ്ങൾ കൂടി തൻ്റെ കഴിവിനപ്പുറം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആ പരീക്ഷയ്ക്ക് പോകുന്നതാണ്
മകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ പരീക്ഷ ഏറെ പ്രയാസകരം. ഉടമ്പടി പ്രകാരം നന്നായി ജീവിച്ചു, ഉടമ്പടി പ്രകാരം ചെയ്യാനുള്ളതൊക്കെ വൃത്തിയായി ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ ഒരു സമാശ്വാസം, അമ്മയുടെ ഒരു സന്ധിപ്പ് ആ പരീക്ഷയുടെ നിമിഷങ്ങളിൽ ഉണ്ടാകണമെന്ന് മകൾക്ക് നിശ്ചയമായും പ്രതീക്ഷിക്കാവുന്നതാണ്. സാക്ഷി പേപ്പറിൽ മകൾ എഴുതി വച്ചിട്ടുണ്ട്, 100% ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ചെന്നിട്ട് ഒരു ചോദ്യം പോലും എനിക്ക് എൻ്റെ ഒരു ആത്മധൈര്യത്തിൽ ശരിയെന്ന് പറഞ്ഞ് എഴുതുവാനാവാത്ത വിധം ഓരോന്നും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇത് ഉടമ്പടിയിൽ ചിലപ്പോൾ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു പരീക്ഷണ കാലമാണ്. അത് ഇന്ന് ഡെയിലി ബ്രെഡ് കൂടിയെങ്കിൽ നിങ്ങൾക്കറിയാം, അച്ഛനെന്ന് സൂചിപ്പിച്ചത് മരുഭൂമി അനുഭവത്തെക്കുറിച്ചാണ്. വല്ലാതെ ക്ലേശമുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്. മരുഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ദൈവത്തിൻ്റെ ഒരു ശാന്തമായ ജലാശയം, ഒരു ദൈവം കൃപ കൊണ്ട് നിറയ്ക്കുന്ന ജീവിതം, ദൈവം അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയുള്ള ഒരു പ്രാർത്ഥന നിങ്ങളെങ്ങനെ സൂക്ഷിക്കുന്നു? നിങ്ങൾ മരുഭൂമിയുടെ വെള്ളമില്ലായ്മയും ചൂടുമേറ്റ് നിങ്ങളുടെ ജീവിതം പിന്നോട്ട് വലിക്കുവാൻ തയ്യാറാകുന്നവരാണോ? അത് മകളുടെ ആ പരീക്ഷാ സമയം ശരിക്കും അത് മരുഭൂമി അനുഭവമാണ്. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അധികമില്ല, ചോദ്യങ്ങൾ വായിച്ചിട്ടധികം മനസ്സിലാവുന്നില്ല. പിന്നെ ആകെയുള്ളത് അമ്മയിലുള്ള ശരണം മാത്രമാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ ഉപ്പ് വിതറി ഉടമ്പടി കാശ്രൂപം അമ്മ ആ സമയത്ത് എൻ്റെ കൈകളിൽ ചേർത്ത് പിടിക്കുകയും ആവശ്യപ്പെട്ടപ്പോൾ പുറത്തേക്ക് മാറ്റിയെങ്കിലും ഓരോ ചോദ്യത്തിനും എൻ്റെ അധരത്തിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഓരോ ഇടവേളയിലും അമ്മയുടെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുത്തും, എൻ്റെ കഴിവ് കൊണ്ടല്ല നിൻ്റെ കൃപ കൊണ്ട് മാത്രം, എൻ്റെ ഓർമ്മയിൽ വിരിയുന്ന ഉത്തരം കൊണ്ടല്ല നീ ഔദാര്യത്തിൽ എനിക്ക് തരുന്ന അനുഗ്രഹം കൊണ്ട് മാത്രം ഈ പരീക്ഷ എനിക്ക് അനുഗ്രഹമാകുമെന്ന് മകൾ വിശ്വസിക്കുന്നതാണ്. മകൾ പറയുന്നുണ്ട്, പരീക്ഷ എഴുതി കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ ഉത്തരം അനലൈസ് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നു അവർ പറയുന്നതൊന്നും ഞാൻ എഴുതിയതല്ലെന്ന്. എന്ന് വെച്ചാൽ വീണ്ടും ഒരു പരാജയം എൻ്റെ ആ ഉത്തരപേപ്പറിൽ ഞാൻ കാണുമ്പോൾ എനിക്കുള്ള വിശ്വാസം എൻ്റെ അമ്മ മാതാവ് മാത്രമാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് എളിമയോടുകൂടി വിട്ടുകൊടുത്തുവെന്ന സാധ്യതകൾ അവസാനിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കൂടി വരും. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ബലങ്ങൾ കുറയുമ്പോൾ ദൈവം ബലത്തോടുകൂടി, കരബലത്തോടുകൂടി ജീവിതത്തിൽ ഇടപെടുന്ന അവസരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഞാൻ കരുതിയതിനപ്പുറം എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരുന്നു. ഞാൻ തോൽക്കുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് വേണ്ട വിജയം നൽകി എന്നെ സഹായിച്ചിരുന്നു. മകൾക്ക് 155 295 കിട്ടിയാലും ഒരേ എഫക്റ്റേ ഉള്ളൂ. ആ മാർക്കിൽ കഥയില്ല. കാരണം ആ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നത് മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത്. അത് മകൾക്ക് 150-ന് 5 മാർക്ക് കൂടുതൽ കിട്ടിയോ അതോ 150-ന് 150 മാർക്ക് കൂടുതൽ കിട്ടിയോ ഇതിൽ വലിയ പ്രസക്തിയില്ല. മറിച്ച് ആ 150 എന്ന ആ താരിഫ് അത് കടക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ഇത് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുമ്പോൾ, അമ്മയുടെ അരികിലേക്ക് എളിമപ്പെട്ട് ജീവിതത്തെ കൊടുക്കുമ്പോൾ, നമ്മളത് പോലും അസാധ്യമെന്ന് കരുതുന്നത്, നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നത്, ഇനി എങ്ങനെ കരകയറുമെന്ന് വിചാരിക്കുന്നത് അമ്മ നമുക്ക് വേണ്ടി തിരുക്കുമാരനിൽ നിന്നും അത്ഭുതകരമായി നേടിത്തരുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ കൂട്ടിച്ചേർക്കലാണ് സഹോദരൻ അൾത്താരയിൽ സൂചിപ്പിച്ചത്. ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ വന്ന മാറ്റം, കുടുംബത്തിൽ വന്ന സന്തോഷം, മറ്റുള്ളവർക്ക് നൽകുവാൻ വന്ന സന്തോഷം, അതെല്ലാം ഉടമ്പടി നമ്മളെ അല്പം കൂടി ദൈവത്തെ അറിയുന്ന മനുഷ്യരാക്കി മാറ്റും. ദൈവസ്നേഹം അനുഭവമാകുന്ന മനുഷ്യരാക്കി മാറ്റും. ദൈവസ്നേഹം ആവശ്യമുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ എളിമയുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇനി ആര് എൻ്റെ കൺമുൻപിലെത്തിയാലും, ഞാൻ എവിടെ ജോലിയെടുത്താലും, ഞാൻ ആരോടൊക്കെ ഇടപെടുകയാലും ഈ അമ്മ മാതാവിനെക്കുറിച്ച് പറയുവാൻ എനിക്കിന്നിപ്പോൾ ചങ്കുറപ്പുണ്ട്, സന്തോഷമുണ്ട്, ആത്മധൈര്യമുണ്ട്. കാരണം അമ്മ എൻ്റെ കൈപിടിച്ചുവെന്ന, അമ്മ എനിക്ക് വിജയം നൽകിയെന്ന്, അമ്മ ഒരിക്കലും തേടി വരുന്നവരെ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്കുറപ്പുണ്ടെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ രോഗക്ലേശങ്ങളാവട്ടെ, കടബാധ്യതകളാവട്ടെ, കലുഷിതമായ കുടുംബ പ്രശ്നങ്ങളാവട്ടെ, പരിഹരിക്കില്ലെന്ന് നാം കരുതുന്ന ജീവിത പ്രശ്നങ്ങളാവട്ടെ, തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷകളാവട്ടെ,
അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി അത് വിശ്വസ്തയോടെ ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. എളിമയോടുകൂടി നമ്മുടെ യുക്തി കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട് ദൈവത്തിനരികിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ നിന്ന് മകനിൽ നിന്ന് വേണ്ടതെന്തോ അത് നേടിത്തന്ന് ജീവിതം മുന്നോട്ട് പോകുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.